ഇപ്പോഴത്തെ ജനറേഷനിൽ ഓവർ തിങ്കിങ്, ഒരുപാട് തോട്ട്സ് മനസ്സിലേക്ക് കയറി വരും. എങ്ങനെയാണ് ഇൻസോമിനിയ ഉണ്ടാവുക? ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു ആൽഫ സ്റ്റേജിൽ നിന്ന് ഡെൽറ്റ സ്റ്റേജിലേക്ക് പോകാതെ കിടക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഇൻസോമിനിക് കണ്ടീഷൻ എന്ന് പറയാം. ഹലോ, വെൽക്കം ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ്. എല്ലാവരും പൊതുവെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രസൻറ്റ് ജനറേഷനിലാണെങ്കിലും ഇൻസോമിനിയ കണ്ടീഷൻസ് ഒരുപാട് എൻ്റെ തെറപ്പി സെൻറ്ററിൽ വരാറുണ്ട്. അപ്പോൾ ഇതിന് പല ഫേസുകളുണ്ട്. ഇൻസോമിനിയ ഉണ്ടാകാനുള്ള റീസൺ, അത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൗണ്ടർ എഫക്റ്റ്, പിന്നെ അതെങ്ങനെ മാനേജ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇൻസോമിനിയ ഉണ്ടാവുക? വാട്ട് ഈസ് ഇൻസോമിനിയ? ഉറക്കമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കിടന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുകയില്ല. അപ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കണം. അതിന് ഓരോ ഫേസുകളുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻസോമിനിയ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സിനെ നമ്മൾ സ്കാൻ ചെയ്തെടുക്കുന്നത് പോലെ നമ്മൾ നോക്കേണ്ടി വരും. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു ടെക്നിക്കൽ സംഭവമാണ് ECG. നമുക്കറിയാം, ECG വെച്ചിട്ടാണ് നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് ഈ ഹാർട്ടിൻ്റെ റിതംസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉറക്കത്തിൻ്റെ റിതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി EEG കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ ബ്രെയിൻ വേവ്സിനെ 4 രീതിയിലായിട്ട് അത് പതുക്കെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ 4 അവസ്ഥകളിലേക്ക് പോകാറുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ബീറ്റ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഒരു കോൺഷ്യസ് അവയർനെസ് ഉണ്ട്, അതാണ് ബീറ്റ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ സ്റ്റേജിൽ നിന്ന് പതുക്കെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആൽഫ എന്ന് പറയും. അത് നമ്മുടെ ബ്രെയിൻ വേവ്സ് പതുക്കെ കുറച്ചുകൂടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരാം. പിന്നെ അടുത്താണ് തീറ്റ സ്റ്റേജ്. അപ്പോൾ ഈ ആൽഫ സ്റ്റേജ് എന്ന് പറയുന്നത് റിലാക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയെ ആൽഫ സ്റ്റേജ് അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേജ് എന്നൊക്കെ പറയും. ഇതാണ് ആൽഫ സ്റ്റേജ്. പിന്നെ വരുന്നതാണ് തീറ്റ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരു സ്റ്റേജ് എന്ന് പറയും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് കോൾഡ് ദ ഡെൽറ്റ. ഇതാണ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ 4 അവസ്ഥകൾ നമുക്ക് ചർച്ച ചെയ്യുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, മിക്കവരും ഒരു സ്വപ്നത്തിൻ്റെ അവസ്ഥകളിൽ കടന്നു പോയിട്ട് ഉറക്കത്തിലേക്ക് ഡീപ്നെസ്സിലേക്ക് പോകില്ല, ഒരു ഡ്രീമി സ്റ്റേറ്റിലേക്ക് കിടക്കും. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ലൈറ്റ് സ്ലീപ്പിലേക്ക് കിടക്കുകയും രാവിലെ റീഫ്രഷ്ഡ് ആവുകയില്ല. എപ്പോഴും ഒരു മനസ്സ് ഡിസ്റ്റോർട്ടഡ് സ്റ്റേജിലേക്ക് പകലും മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യും, ഒരു ലെതർജിക് ഫീല് നമുക്കുണ്ടാകാം. ഇതാണ് ഇൻസോമിനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള ഒരു സയൻറ്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ആൽഫ സ്റ്റേജിൽ നിന്ന് ഡെൽറ്റ സ്റ്റേജിലേക്ക് പോകാതെ കിടക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഇൻസോമിനിക് കണ്ടീഷൻ എന്ന് പറയാം. ഇതിന് പല കോസുകളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഓവർ തിങ്കിങ്, ഒരുപാട് തോട്ട്സ് മനസ്സിലേക്ക് കയറി വരും, ചിന്തകൾ അകാരണമായിട്ട് വരും. ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ആലോചനകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു ഇൻസോമിനിക് കണ്ടീഷൻസ് വരാം. അവർ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അടുത്ത ഫേസാണ്, അതായത് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും തോറും ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുക. അതായത് ചുറ്റുമുള്ള ശബ്ദങ്ങൾ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. ഒരു ഡോർ അടച്ചാൽ തന്നെ നമുക്ക് ഡിസ്റ്റർബൻസ് വരാം. എന്തെങ്കിലും പുറത്ത് ശബ്ദം കേട്ടാൽ ഡിസ്റ്റർബൻസിലേക്ക് വരും, ഉറക്കത്തിന് എഴുന്നേക്കും. ഇന്നിപ്പോൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ ഈ ഒരു ഫേസിൽ പറയുന്ന ഒരു പേരാണ് സർവൈവൽ മോഡ് എന്ന് പറയും. ഈ സർവൈവൽ മോഡിൽ നിന്നും പതുക്കെ അടുത്ത റിപ്പയറിംഗ് മോഡിലേക്ക് പോകുന്ന സ്റ്റേജിനെയാണ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയാം. ഇപ്പോൾ റിപ്പയറിംഗ് ഫേസിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന പല അവസ്ഥകളുണ്ടാകാം. അപ്പോൾ ഇതിനൊരു റീസൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ. അത് കുറഞ്ഞ് വരും തോറും നമുക്ക് ഉറക്കം കുറയും. സ്വാഭാവികമായിട്ട് നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു TV നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള പ്രകാശം മുറിക്കാത്തുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നല്ല മെലാറ്റോണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരികയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും, അതായത് ഈ ക്ലീൻ വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇത് വർക്കാവില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗാർബേജ് മുഴുവൻ അവിടെ കിടക്കും. നെഗറ്റീവ് തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ കണ്ണിൽ നിരന്തരമായിട്ട് നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് അടിക്കും തോറും നമുക്ക് ആ ഉറക്കത്തിലേക്ക് പോകാതെ വരുമ്പോൾ ഈ സിസ്റ്റം ഫെയിലിയർ ആകും. അപ്പോൾ നമുക്ക് വീണ്ടും മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലെതർജിക് കണ്ടീഷൻസ് വരെ നമുക്കുണ്ടാകാറുണ്ട്. ഇതാണ് ഇൻസോമിനിയ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറയാം. ഇതിന് നമുക്ക് റിപ്പയറിംഗ് ടെക്നിക്കുകളുണ്ട്. ഇതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്, നമുക്കതെങ്ങനെ മാനേജ് ചെയ്യാം. അതിന് മുമ്പ് തന്നെ ഈ ഇൻസോമിനിയ ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന കുറേ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബ്രെയിൻ ഫോഗ്. ചിലർക്ക് ഓർമ്മ നിൽക്കത്തില്ല, കുറേ കാര്യം ശ്രമിക്കും, ഓർക്കാൻ ശ്രമിക്കും, പക്ഷെ ഒന്നും കിട്ടത്തില്ല, കണക്ഷൻ വിട്ടുപോകുക എന്ന് പറയില്ലേ. ഇത് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. ഇതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയാം. പിന്നീട് നമുക്ക് വരുന്നതാണ് ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും. ചെറിയ കാര്യങ്ങളോട് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാകും. വലിയ കാര്യമൊന്നും വേണ്ട, ചെറുതായിട്ട് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്ന് നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും.
ഇതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോഴേക്കും ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ബ്രെയിൻ ഏജിങ് ഉണ്ടാകുമെന്ന് പറയും. അതായത് ഡീപ്പായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ബ്രെയിൻ ഏജ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സ് ആക്റ്റീവ് ആകുകയല്ല, ബ്രെയിൻ ഫുൾ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് മനസ്സ് പോകും. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ബ്രെയിൻ ഫോഗ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്ലീപ്പ് കൊണ്ടുണ്ടാകുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ കുറേ ടെക്നിക്കുകളുണ്ട്. പലരും പല രീതിയിൽ ഇതിനെ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ ഉറങ്ങാൻ പറ്റാതിരിക്കാൻ ഏറ്റവും ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും തോറും ഉറങ്ങാൻ പറ്റുകയില്ല. കാരണം നമുക്ക് കോൺഷ്യസ് അവയർനെസ് ഉണ്ടാകും. ഉറങ്ങാൻ നമ്മൾ കോൺഷ്യസിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ബ്രെയിനിൻ്റെ ബീറ്റ ലെവലിൽ നമ്മളിങ്ങനെ കോൺഷ്യസിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റാത്ത എന്തേ ഉറങ്ങുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥയിൽ നിന്ന് ജസ്റ്റ് നമ്മൾ വെറുതെ കിടന്നിട്ട് റിലാക്സ് ചെയ്യുക. അപ്പോൾ ആ ഉറങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ പറയേണ്ട 2 കമാൻഡ്സ് ഉണ്ട്: റിലാക്സ് ആൻഡ് സ്ലീപ്പ്. മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിങ്ങൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി പോകും. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ശ്വാസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ നട്ടലിലൂടെ പതുക്കെ തലയിലേക്ക് കയറുകയും അത് നമ്മുടെ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് കയറി നമ്മുടെ ബ്രെയിനിനെ ഫുള്ള് പ്രോസസ്സ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീണ്ടും ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഡൗൺ ചെയ്യുക, കൗണ്ട് ഡൗൺ എന്ന് പറയും. അതായത് 100 to 0 കൗണ്ട് ഡൗൺ ചെയ്യും തോറും പതുക്കെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലൗഡായിട്ട് കൗണ്ട് ചെയ്യുന്ന 10, 9, 8, 7, 5, 4, 3 ഈ രീതിയിൽ നമ്മുടെ വോളിയം തന്നെ കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഉറക്കത്തിലേക്ക് പോകാൻ നമുക്ക് വേണ്ട ഏറ്റവും നല്ല ടെക്നിക്ക്. ഏറ്റവും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഗാഡ്ജറ്റ്സിനെ മാറ്റി വയ്ക്കുക. കിടന്നുറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഗാഡ്ജറ്റ്സിനെ മാറ്റി വെച്ചിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഒരു സ്ലീപ്പിംഗ് പില്ല് ഞാൻ പറഞ്ഞു തരാം. ഗെറ്റ് എ ബുക്ക്. ഒരു ബുക്ക് എടുക്കുക, വായിക്കുക. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിയിട്ടുണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ഒരു ബ്ലൈൻഡ് ഫോൾഡ്, അതായത് നിങ്ങൾ കണ്ണ് ഒന്ന് മൂടി കെട്ടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐ മാസ്കോ എന്തെങ്കിലും വെച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ. നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കാരണം മെലാറ്റോണിൻ്റെ അളവ് ഇരുട്ട് വരുമ്പോൾ കൂടുകയും ശരീരം അല്ലെങ്കിൽ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്ത് ഉറക്കത്തിലേക്ക് വിടുകയും ചെയ്യും. നമ്മുടെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകും. ഇതാണ് നമുക്ക് ഉറങ്ങാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക്. ഉറക്കമില്ലായ്മയിൽ നിന്നും ഉറക്കത്തിലേക്ക് വരാൻ ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നിക്കുകൾ ഇതാണ്. ഇതിൽ കൂടാതെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയും. സ്വന്തമായിട്ട് നമുക്ക് ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോയി നമ്മുടെ ഉറക്കത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിർക്കാഡിയൻ ലൈഫിനെ അല്ലെങ്കിൽ ആ സൈക്കിളിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെൽഫ് ഹിപ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ തീർച്ചയായിട്ടും പറ്റുകയും ചെയ്യും. സോ see you in the next episode. This is Gino Jeff signing off. Thank you and have a good sleep.